തൊഴിലാളി പോയി ഇത് നേടിക്കൊണ്ട് വരണം. പിന്നെ എന്താണ് ഈ ഗവൺമെന്റിന്റെ പണി ഞങ്ങൾക്കറിയണം. ഈ ഗവൺമെന്റ് വന്നാൽ എന്തിനാണ് ഈ ഗവൺമെന്റ് അങ്ങനെ പണിയെടുക്കുന്ന ആളുകൾ അവനവൻ പോയി സെക്രട്ടേറിയറ്റിലും അങ്ങ് കേന്ദ്ര സെക്രട്ടേറിയറ്റിലും പോയി അവിടെ പോയി നിന്ന് സമരം ചെയ്ത് വാങ്ങാനാണെങ്കിൽ ഇവിടെ വേറൊരു ആവശ്യമില്ലല്ലോ. ഞങ്ങൾ 2 തവണ പാർലമെന്റ് ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഒരേ കാര്യം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പറയാം തീർച്ചയായിട്ടും പറയാം. ഇത് ഇല്ല, അത് NHM നടത്തേണ്ട കാര്യമല്ല. ഞങ്ങളുടെ NHM ഓഫീസ് മാർച്ചിൽ സംസ്ഥാന NHM അല്ല തൊഴിലാളിയായിട്ട് അംഗീകരിക്കേണ്ടുന്നത്. ഒന്ന്, ഞങ്ങൾ 2 പാർലമെന്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 7-ാം തീയതി സംസ്ഥാനത്തെ ബജറ്റിൽ ആശാവർക്കർമാരുടെ വേതനത്തിൽ 1 രൂപ കൂട്ടാതിരുന്ന സാഹചര്യത്തിൽ ആരംഭിച്ച സമരമാണ്. ഞങ്ങൾക്ക് സുവ്യക്തമായ നിലപാടുണ്ട്. ഞങ്ങൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലിരിക്കുന്നത് ഓണറേറിയം വർധനമാണ്. ജനുവരി 20-ാം തീയതി CI2 ഇവിടെ ഒരു സമരം നടത്തി. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 15,000 രൂപ ഓണറേറിയം ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. CI2 പറഞ്ഞോ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം? ഇവിടെ വന്നിട്ട് പറഞ്ഞില്ല. ഞങ്ങളും അതേ പറഞ്ഞോളൂ. അപ്പം ഞങ്ങൾ പറയുമ്പോൾ CI2 സമരം നടത്തുമ്പോൾ CI2 സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ജനുവരി 20-ാം തീയതി നടത്തിയ സമരത്തിന് മുന്നിൽ ഓണറേറിയം 15,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് ഫെബ്രുവരി 10-ാം തീയതി ഓണറേറിയം 21,000 രൂപ എന്ന് പറയുന്ന മിനിമം, അത് ഈ ഗവൺമെന്റ് പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകിയ അത് ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ പാർലമെന്റിൽ പോയി ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾ 2 തവണ ചോദിച്ചു. ഞങ്ങൾ ഇത് കഴിയുമ്പോൾ വീണ്ടും പോകും, ഞങ്ങൾ ചോദിക്കും.